ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളൊരു കുട്ടി വ്ളോഗാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇച്ചിരി പരിസരവും അത് നമ്മുടെ റോഡ് സൈഡും അതുപോലെ നമ്മുടെ വീട്ടിലൊരു ഫ്രണ്ടും ചെടികളും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ കാണിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് റോഡാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് ഫ്രണ്ടിൽ റോഡ് സൈഡാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റോഡ് സൈഡ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അപ്പുറത്ത് കാല് വെച്ച കാവും ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് വീടുമാണ്. അപ്പം ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പം ഇതാണ് കാവ് ഇതാണ്. ഇതിപ്പം പണിഞ്ഞ ഒരു 2, 3, 4, 5 മാസമായി കാണുമായിരിക്കും. അപ്പം ഇതാണ് കാവ്, ഇതാണ് നമ്മുടെ കാവ്. അപ്പം ഇതാണ് നമ്മുടെ കാവ്. ഞാൻ അങ്ങോട്ട് കയറിയില്ല, ഇത് സ്ക്രീൻ വലുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി നമുക്ക് ചെടിയിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ആദ്യത്തെ പോലത്തെ ചെടിയാണെന്നാണ് ഇതിന് പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേര്. ഞാൻ ടയർ ഇട്ടിരുന്നു കേട്ടോ. ഇതൊരു പടരുന്ന ചെടിയാണ്. അതിനുശേഷം പിന്നെ ഒരു ചേമ്പിൻ്റെ ഏതോ ഒരു ഇനത്തെ പറ്റിയ ഒരു ചെടിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇത് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഇതിനെന്താണെന്നറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തത്. ഇത് കുറേ ഉണ്ടായിരുന്നു, ഞാനിതെല്ലാം നശിപ്പിച്ച് കളഞ്ഞെന്ന് തന്നെ പറയാം. അപ്പം ഇനി അടുത്തത് നമ്മുടെ റോഡ് സൈഡ് നമുക്ക് കാണാം, കുറച്ച് ഓരോന്നൊക്കെ കാണാം. അപ്പം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ പറയുക, നമ്മുടെ റോഡിലിരിക്കുന്ന റോഡെന്ന് പോലും വീടിൻ്റെ ഇവിടെ നിൽക്കുന്ന തെങ്ങും മരവും അതേപോലെ എല്ലാം ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഞാനിനി അതും കൂടി കാണിക്കാവേ. റോഡെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീടിന്റെ പരിസരവും കാര്യങ്ങളെല്ലാം കാണാം. റോഡ് സൈഡിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി പരിസരവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. എനിക്ക് കിട്ടിയ ചെടികളാണ്, ഞാൻ അത് കാണിച്ചിട്ട് പോവാമേ. ഇതാണ് എൻ്റെ ചെടിയും കാര്യങ്ങളും എല്ലാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒന്നും എനിക്ക് പേരറിയില്ല ഗായ്സ്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഇവിടെ കൊണ്ട് ചെടി നട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ചെടി ഞാൻ പറിച്ച് വേറെ വീട്ടിലും കൊണ്ടുവരും. അങ്ങനെ എൻ്റെ ചെടി മൊത്തം എന്തോ ഭാഗ്യത്തിനാന്ന് തോന്നുന്നു കുറേ നാൾ നിന്നു കേട്ടോ. അങ്ങനെയെങ്കിലും അപ്പം പിന്നെ കുറച്ചൊക്കെ ഉള്ളു. ഇപ്പം വന്ന് വളരെ മോശമാണ്. അപ്പോൾ നമ്മുടെ ചെടികൾ ഇത് പടരുന്ന ചെടിയാ. ഇതിൻ്റെ പേരായിട്ടില്ല, അതെൻ്റെ അമ്മ കൊച്ചിൻ്റെ കുഞ്ഞാണ്, അതിൻ്റെ കുഞ്ഞാണ്. പിന്നെ നമ്മൾ എന്താ പറയുക ചെടിയാണ് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് പിന്നെ രണ്ടാമത്തേത്. ഇതിനെല്ലാം കൊച്ചു പിള്ളേരാണ് കേട്ടോ. ഇത് അമ്മയുണ്ട് ഇവിടെ. പിന്നെ പറയുന്നത് പിന്നെയും ആ പൂവിൻ്റെ ആയിരുന്നു. പിന്നെ ഇത് ഞാൻ കാണിച്ചു തന്നെ, ഇത് എൻ്റെ കുഞ്ഞാണ്. ഇതാണ് അമ്മ, ഈ അമ്മയുടെ കുഞ്ഞുങ്ങളാണ്. ഇത് മൊത്തം കുഞ്ഞുങ്ങളെല്ലാം വലുതായപ്പോൾ അമ്മ ചെറുതായി പോയതുപോലെ അത് കൊള്ളത്തിനകത്ത് പരിപാടിയാട്ടോ. പിന്നെ ഇത് ഏതോ ഒരെണ്ണം ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. ഇത് എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ പേരും എനിക്ക് അറിയില്ല. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റിൽ പറയണേ കേട്ടോ കൂട്ടുകാരെ. അപ്പം അടുത്തതായിട്ട് നമ്മുടെ മുല്ലയാണ്. ഇഷ്ടംപോലെ നമ്മൾ ടാർപ്പ് കെട്ടിയപ്പം എന്റെ ഇതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇത് പടർന്ന് ഞാൻ ഇവിടെയോട്ട് നട്ടു കൊടുക്കും. എന്നിട്ട് പടർന്ന് നന്നായിട്ട് കിളിച്ചു വരും. പറിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പടർത്തി വിടും. നല്ല രസമായിരിക്കും. ഇതെന്തോ കാലും കൈയൊക്കെ മുറിഞ്ഞിട്ട് ഇങ്ങനെ മുറിവെള്ള പോലെ തേക്കുന്നു. ഇതിൻ്റെ ഇല വിളിച്ചത് ഇത് പറിച്ചു കളഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ കുറേ നിപ്പുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള തെങ്ങാണ്. കൊച്ചു സൈഡ് തെങ്ങ് നല്ല രസമാണ്. എനിക്ക് ഇങ്ങനത്തെ സീനറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ രണ്ടാമത്തത് പിന്നെ നമ്മുടെ എന്താ പറയാ മാവിവട്ടം പൂക്ക സമയമായോ എനിക്കറിയില്ല. പൂക്കുന്ന സമയമൊക്കെ പിന്നെ ചെമ്പരത്തി പിന്നെ ഇവിടെ നിന്ന് ചെമ്പരത്തി എല്ലാം ഒടിച്ച് പറിച്ച് കളഞ്ഞു. പിന്നെ അങ്ങോട്ടത്ത് ചെമ്പരത്തി കുറച്ച് പൂതാണ്ട് നിൽക്കുന്നു. നമുക്ക് പറിക്കണം. കുറച്ച് തെങ്ങൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബെസ്റ്റ് നല്ല ഓമയ്ക്ക പോലും ഇല്ലാത്ത ഓമയ്ക്ക ഞാനെല്ലാം പറ്റി തിന്ന്. അടുത്ത ചേമ്പാണ്. ചേമ്പ് കഴിഞ്ഞാൽ പിന്നെ കാന്താരി മുളക്
പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കശുവണ്ടി മാവോ അങ്ങനെ എനിക്കറിയത്തില്ല അതിനെ ഇത് ലാസ്റ്റ് ആണ് കേട്ടോ എല്ലാവരുടെ വീട്ടിലുണ്ട് വേറെ ഒന്നുണ്ട് രണ്ടാമത്തെ അതാണ് എല്ലാവരും മുമ്പേ ഇത് അല്ല എല്ലാവരും മുമ്പേ ഇത് ചക്ക ഇത് വരും പക്ഷെ ഇത് പറിക്കുമ്പോ ഇത് മൂത്ത് കാണത്തില്ല മൂത്തതോളം നിൽക്കും പക്ഷെ മൂത്ത് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ പറ്റിക്കാൻ പാടില്ല അപ്പൊ നമ്മളിത് കൊടുക്കത്തില്ല ഇത് മൂത്തിട്ടില്ലെന്ന് പറയും കാരണം ഇത് മൂക്കത്തില്ല കേസ് ഇത് പൊളിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാത്തോണ്ടാണ് ഫ്രണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലത്തെ പുതിയ വീഡിയോ ഞാൻ ഇനി വരുന്നതായിരിക്കും ബൈ ടാറ്റ സപ്പോർട്ട് ചെയ്യണേ